അമ്പൂരി കുമ്പിച്ചാൽ പാലം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സെൽഫി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് മുൻ ആരോഗ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ കെ ശൈലജ രംഗത്തെത്തിയിരിക്കുകയാണ്. നിസ്സാരമായ സംഭവങ്ങളെ പർവ്വതീകരിച്ച മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അവർ ആരോപിച്ചു. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ കിട്ടുന്ന ചെറിയ പഴുതുകൾ പോലും വലിയ വിവാദങ്ങളാക്കി മാറ്റുന്നത് ചിലരുടെ ശീലമായി മാറിയിരിക്കുകയാണെന്ന് MLA കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കപടമായി പെരുമാറുന്ന വ്യക്തിയല്ലെന്ന് കെ ശൈലജ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ സ്വത്വസിദ്ധമായ ഗൗരവത്തെയും ശൈലിയും ജനവിരുദ്ധമായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ജനങ്ങളോട് ഇടപെടുന്നതിൽ അദ്ദേഹം പുലർത്തുന്ന സത്യസന്ധതയെ പലരും തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. അമ്പൂരിയിൽ നടന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പരിശോധിക്കാതെയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ വിഷയം ഏറ്റെടുത്തത്. മുഖ്യമന്ത്രി തിരക്കുള്ള വ്യക്തിയാണെന്ന ബോധ്യം എല്ലാവർക്കും വേണം. ഒരു വലിയ ചടങ്ങിനിടയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളെ വിവാദമാക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. സമൂഹത്തിലെ പ്രധാന കക്ഷിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ആതിര ഗ്രേസ് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനി ഒരു വിവാദത്തിന് സ്ഥാനമില്ല. താൻ മുഖ്യമന്ത്രിയോടൊപ്പം സെൽഫി എടുക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ആതിര ആവർത്തിച്ച് പറഞ്ഞിട്ടും വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ദുരുദ്ദേശപരമാണ്. പെൺകുട്ടി തന്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്ന ഒരു നിവേദനം മുഖ്യമന്ത്രിയെ കാണിക്കാനാണ് ശ്രമിച്ചത്. ആ നിവേദനത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് ശ്രദ്ധിക്കുകയും ആവട്ടെ എന്ന് മറുപടി നൽകി അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയുമാണ് ചെയ്തത്. ഇതിനെയാണ് സെൽഫി എടുക്കാൻ വന്ന പെൺകുട്ടിയെ ആട്ടിയകറ്റി എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. ഇടതുപക്ഷ നേതാക്കളെ മനുഷ്യപ്പറ്റില്ലാത്തവരും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുമായി ചിത്രീകരിക്കാൻ ഒരു വലിയ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. നേതാക്കളുടെ സ്വഭാവത്തെ മോശമായി ചിത്രീകരിക്കാൻ ഇത്തരം ചെറിയ സന്ദർഭങ്ങളെ അവർ ആയുധമാക്കുന്നുവെന്ന് കെ ശൈലജ ടീച്ചർ ആരോപിച്ചു. മുഖ്യമന്ത്രിയെ ഒരു പരുക്കൻ സ്വഭാവക്കാരനായി കാണിക്കാനുള്ള ശ്രമം പണ്ട് മുതലേ ഉള്ളതാണ്. എന്നാൽ അദ്ദേഹം നൽകുന്ന മറുപടികളും അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠതയും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഈ സംഭവത്തിലും അത് തന്നെയാണ് ആവർത്തിക്കപ്പെട്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി നടന്നു പോകുമ്പോൾ ചുറ്റുമുള്ളവരോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ സുരക്ഷയും തിരക്കും കൂടി പരിഗണിച്ച് വേണം വിലയിരുത്താൻ. ആതിര ഗ്രേസ് എന്ന ജനപ്രതിനിധി ഉന്നയിച്ച ഒരു വിഷയം കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചവർ വസ്തുതകളെ ബോധപൂർവ്വം മറച്ചു വെക്കുകയായിരുന്നു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കുന്നത്. അമ്പൂരി കുമ്പിച്ചാൽ പാലം എന്ന വലിയൊരു വികസന നേട്ടം ആഘോഷിക്കുന്നതിന് പകരം ഒരു സെൽഫിയുടെ പേരിൽ വിവാദം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയെക്കുറിച്ച് സംസാരിക്കുന്നവർ അദ്ദേഹം നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതിയെക്കുറിച്ച് മിണ്ടുന്നില്ല. ജനങ്ങളുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കുന്ന നിരവധി വേദികളുണ്ട്. അവിടെ ഒന്നും കാണാത്ത അസഹിഷ്ണുത ഈ വീഡിയോയിൽ മാത്രം എവിടെ നിന്ന് വന്നുവെന്ന് ശൈലജ ടീച്ചർ ചോദിച്ചു. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ പാലിക്കേണ്ട മിനിമം മര്യാദ ഇവിടെ ലംഘിക്കപ്പെട്ടു. ബന്ധപ്പെട്ട വ്യക്തിയുടെ വിശദീകരണം വന്നിട്ടും തിരുത്താൻ തയ്യാറാകാത്തത് മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണെന്നും MLA അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തെ ഇകഴ്ത്താൻ ഒരു ചെറിയ കാരണം കിട്ടിയാൽ അത് ആഘോഷിക്കുന്നവർക്ക് ആതിര ഗ്രേസിന്റെ വാക്കുകൾ വലിയൊരു തിരിച്ചടിയാണ്. താൻ അവിടെ എത്തിയത് ഒരു നിവേദനം നൽകാനാണെന്നും സെൽഫിയല്ല ലക്ഷ്യമെന്നും അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സമീപത്ത് വരുന്നത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരായാലും പൊതുജനമായാലും അദ്ദേഹം നൽകുന്ന പരിഗണന ഒന്ന് തന്നെയാണ്. ഭരണപരമായ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ജനങ്ങളെ കേൾക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ആ നിവേദനം പരിശോധിച്ചത്. കപടമായ ചിരിയോ പ്രകടനപരതയോ ഇല്ലാത്ത നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ നിസ്സംഗതയെ നിഷേധമായി കാണുന്നത് രാഷ്ട്രീയ കണ്ണട വെച്ച് നോക്കുന്നത് കൊണ്ടാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത്തരം വ്യാജ പ്രചാരണങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. യാഥാർത്ഥ്യം അന്വേഷിക്കാതെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഈ സംഭവത്തെ ഒരു പാഠമായി കാണണം. ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പൊതുസമൂഹം ശ്രമിക്കണം. ആതിര ഗ്രേസിന് പറയാനുള്ളത് കേൾക്കാൻ എല്ലാവരും തയ്യാറാകണമായിരുന്നു. ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങൾ പുതിയതല്ല. എന്നാൽ വസ്തുതകൾ നിരത്തി അതിനെ പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കെ ശൈലജ തന്റെ വാക്കുകളിലൂടെ അടിവരയിട്ടു. സത്യം ചെരിപ്പിടുമ്പോഴേക്കും അസത്യം ലോകം ചുറ്റി വരുമെന്ന ചൊല്ല് ശരിവെക്കുന്നതായിരുന്നു ഈ വിവാദം. എന്നാൽ സത്യം പുറത്തു വന്നതോടെ വിവാദങ്ങൾ അവസാനിക്കുമെന്നും അമ്പൂരിയിലെ പാലം പോലെ വികസനത്തിന്റെ അടയാളങ്ങൾ ചർച്ചയാകുമെന്നും അവർ പ്രത്യാശിച്ചു.